ലെനോവോ ടാബ് M9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് M9 എന്ന ടാബ്ലറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 9 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 800x1340 ആണ്. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് അത്ര മികച്ച റെസൊല്യൂഷൻ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് എന്ന ടാബ്ലറ്റ് വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ 2000x1200 എന്ന റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച റെസൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനുമായിട്ട് വരുന്ന ടാബുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഈ ടാബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. അത് ഓക്കെയാണ്. പിന്നെ ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബുകളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആ ടാബുകൾ എടുക്കുന്നതായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ടാബുകളുടെ കാര്യത്തിൽ അത് നിർബന്ധമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 344 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഇതിൽ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബിൻ്റെ ഫ്രോസ്റ്റ് ബ്ലൂ അതുപോലെ തന്നെ സ്റ്റോം ഗ്രേ എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G80 എന്ന പ്രോസസ്സർ ഈ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോണുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡ് എന്ന ടാബിലും ഇതേ സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ലെനോവോ ടാബ് M9 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 3GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ടാബിൽ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. അത് ഓക്കെ എന്ന് പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡിൽ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയൊക്കെ അതിലായിരിക്കും വരിക. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇപ്പം വരുന്ന മിക്ക ഡിവൈസുകളിലും ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. എന്നാലും വലിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിൽ ആൻഡ്രോയിഡ് 13 അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഈ ടാബിൽ ലഭിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയെ വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ 2 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെങ്കിലും ആക്കായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡിലൊക്കെ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5100 mAhൻ്റെ ബാറ്ററിയാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അത്ര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു, പ്രത്യേകിച്ച് ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം. ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ഓക്കെ എന്നൊക്കെ പറയാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡിൽ 7100 mAhൻ്റെ ബാറ്ററിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ Type C ചാർജിങ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ 3GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. അതുപോലെ തന്നെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. പിന്നെ 4G സപ്പോർട്ടുമായിട്ട് വരുന്ന 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,499 രൂപയാണ്. പിന്നെ ജൂൺ 1 മുതലാണ് ഈ ഒരു ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെനോവോ ടാബ് M9 എന്ന ടാബിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്.
ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് റിയൽമി പാഡൊക്കെ കിട്ടുന്നുണ്ട്. അതിലാണെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് അതിൽ വരുന്നുണ്ട്. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ അതിൽ കിട്ടുന്നുണ്ട്. പ്രോസസ്സർ 2 ടാബുകളിലും സെയിം ആണ്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബൊക്കെ എടുക്കുന്നതിലും നല്ലത് റിയൽമി പാഡ് പോലുള്ള ടാബ്ലറ്റുകളൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.